ഇന്ന് വിളിച്ചോടി പോകുന്നത് ചെയിൻസോ മാൻ്റെ റിസി മൂവിയുടെ 4ാമത്തെയും അവസാനത്തെ ഭാഗവുമാണ്. ഇതിന് മുമ്പത്തെ 3 പാർട്സ് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും കാണുക. എന്നാലേ ഈ മൂവി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. കാണാൻ താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്ലേലിസ്റ്റിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ഉറപ്പായിട്ട് പോയി ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ ഇനി കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് മുഷിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ കണ്ടത് നമ്മുടെ ഡെഞ്ചിയും അതുപോലെ തന്നെ ഷാർക്ക് ഡബിളും കൂടെ ചേർന്ന് കോമ്പിനേഷൻ അറ്റാക്ക് റിസിന്റെ നേരെ ഉപയോഗിക്കാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുന്നതായിരുന്നു. ഇവരും അറ്റാക്ക് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് അങ്ങോട്ട് പോവുകയാണ്. എന്നാൽ നമ്മുടെ ഡ്രസ്സും അതുപോലെ തന്നെ ഡെഞ്ചിയൊക്കെ നിൽക്കുന്ന സ്ഥലത്ത് ഒരുപാടധികം കാറ്റ് വരികയാണ്. സോ അതുകൊണ്ട് തന്നെ അവർക്ക് മര്യാദയ്ക്ക് നിൽക്കാൻ പോലും സാധിക്കുന്നില്ല. ഡെഞ്ചി, എന്റെ മുത്തേ, നീ എനിക്ക് വേണ്ടിയാണോ ഇങ്ങോട്ട് വരുന്നത് എന്ന് നമ്മുടെ റിസ്റ്റ് ചോദിക്കുന്നു. ആളുകൾക്കൊന്നും മര്യാദയ്ക്ക് നിൽക്കാൻ വേണ്ടി സാധിക്കുന്നില്ല, കാരണം ഒരുപാടധികം കാറ്റാണ് അവിടെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. റിസ്റ്റും അതുപോലെ ചെയിൻസോ മാനും തമ്മിലുള്ള വലിയൊരു ഫൈറ്റ് തന്നെ അവിടെ നടക്കുകയാണ്. വേഗത്തിലുള്ള ഫൈറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കത് മര്യാദയ്ക്ക് കാണാൻ വേണ്ടി പോലും സാധിക്കുന്നില്ല. ചെയിൻസോ മാൻ അഥവാ നമ്മുടെ ഡെഞ്ചി ആണെങ്കിൽ നമ്മുടെ റിസ്റ്റിന്റെ കാലങ്ങ് മുറിച്ച് കളയുകയാണ്. എന്നോട് ക്ഷമിക്കുക, നിന്നെപ്പോലുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗേളിന്റെ കാല് മുറിച്ചത് വലിയ ഡബിൾ വന്നിട്ടുണ്ടല്ലോ. സോ ആ വലിയ ഡബിൾ പറയുകയാണ്, ഹേ റിസേ, നിങ്ങൾ എന്റെ രക്തം എടുത്തോ. നമ്മുടെ റിസ് ആണെങ്കിൽ ആകാശത്ത് നിന്ന് താരേക്ക് വീഴുന്നത് പോലാണുള്ളത്. അധികം വേഗത്തിൽ തന്നെ കാറ്റടിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഏഞ്ചൽ ഡബിൾ പറന്നു പോവുകയാണ്. അവിടെ ആക്കുകയാണെങ്കിൽ ഏഞ്ചൽ ഡബിളിന്റെ കൈ പിടിച്ചിട്ടാണെങ്കിൽ പറന്നു പോകാത്തത് പോലെ പിടിച്ചു നിർത്തുകയാണ്. അയ്യോ, എന്നെ വിടറാ, എനിക്ക് മരിക്കണം എന്നുള്ളതായിരുന്നു ആഗ്രഹം. അതിങ്ങനെയാണ് സംഭവിക്കുന്നെങ്കിൽ ഇങ്ങനെ അങ്ങ് സംഭവിക്കട്ടെ. നീ ഒരു കാരണവശാലും പേടിക്കണ്ട, ഞാൻ അങ്ങ് മരിക്കട്ടെ, എനിക്കത് സന്തോഷം മാത്രമേ ഉള്ളൂ. അധികം വേഗത്തിൽ തന്നെ കാറ്റ് വീശുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ആക്കിയോക്ക് ഏഞ്ചൽ ഡബിളിനെ അങ്ങനെ പിടിച്ചു വെക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. ആക്കിയോടെ കയ്യിൽ നിന്ന് തെന്നി പോവുകയാണ്. തന്റെ മരണത്തിനെ വളരെയധികം സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ്. നമ്മുടെ ആക്കിയോ വീണ്ടും നമ്മുടെ ഏഞ്ചൽ ഡബിളിനെ വലിച്ച് പിടിച്ച് താഴെ എഴുതുകയാണ്. മരിക്കാനും സമ്മതിക്കത്തില്ല. ഏഞ്ചൽ ഡബിളും മനസ്സിൽ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ആക്കിയാണെങ്കിൽ ഏഞ്ചൽ ഡബിളിനെ വളരെയധികം മുറുക്കി പിടിച്ചു വെച്ചിരിക്കുകയാണ്. എടാ, എന്നെ വെറുതെ വിടറാ, ഞാനൊന്നും മരിക്കട്ടെ. നമ്മുടെ ഏഞ്ചൽ ഡബിൾ പറയുന്നുണ്ട്. സോ ഇത് കേട്ട് ആക്കിയോ പറയുകയാണ്, എത്ര ഉണ്ടെന്ന് എനിക്ക് അറിയാമല്ലോ, എനിക്ക് നിന്നെ മരിക്കാൻ അങ്ങനെ വിട്ടുകൊടുക്കാൻ വേണ്ടി സാധിക്കത്തില്ല. നിനക്ക് അഥവാ മരിക്കണമെന്ന് നിർബന്ധമാണെങ്കിൽ എന്റെ മുന്നിൽ നിന്ന് മാറി വേറെ എവിടെങ്കിലും പോയി പണിക്ക്. ഇതിൽ നിന്ന് ഒരാൾ മരിക്കുന്നത് എനിക്ക് ഇനിയും കാണാൻ വയ്യ എന്ന് നമ്മുടെ ആക്കിയോ വളരെയധികം വിഷമത്തോടെ ഏഞ്ചൽ ഡബിളോട് പറയുന്നത്. ചെയിൻസോ മാൻ്റെ റിസും അതുപോലെ ഷാർക്ക് ഡബിളും കൂടെ ഉള്ള ഒരു വലിയ ഫൈറ്റ് തന്നെയാണ്. വേഗത്തിൽ സംഭവിക്കുന്ന ഒരു ഫൈറ്റ് ആണ്. വളരെയധികം കിട്ടലിനായിട്ടുള്ള ഒരു കിട്ടലിന് ആനിമേഷൻ ഉള്ള ഒരു സംഭവമാണ് ഇത്. എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റത്തില്ല. അതുപോലെ വളരെയധികം വേഗത്തിൽ പോകുന്ന ഒരു ഫൈറ്റ് സീൻ. ചെയിൻസോ മാനും അതുപോലെ നമ്മുടെ റിസിയും വളരെയധികം വേഗത്തിൽ തന്നെ നല്ല കിട്ടലിനായിട്ട് ഫൈറ്റ് ചെയ്യുകയാണ്. ഒരുപാടധികം ബോംബുകളൊക്കെ നമ്മുടെ ബോംബ് ഡബിൾ നേരെ നല്ല രീതിയിൽ തന്നെ എറിയുന്നുണ്ട്. എന്നാൽ നമ്മുടെ ചെയിൻസോ മാൻ അതിൽ നിന്നൊക്കെ നല്ല രീതിയിൽ തന്നെ മാറുന്നുമുണ്ട്. അവർ ഒരുപാടധികം നേരെ ഫൈറ്റ് ചെയ്യുകയാണ്. സോ അവർക്ക് രണ്ടുപേരും വിജയിക്കുന്നുമില്ല, രണ്ടുപേരും തോൽക്കുന്നുമില്ല. അതുപോലത്തെ ഒരു ഫൈറ്റ് ആണ്. ഇപ്പൊ ഇവർ രണ്ടുപേരും ഒരു റൂഫ് ടോപ്പിൽ വന്നിരിക്കുകയാണ്. സോ ഇവിടെ വെച്ച് നമ്മുടെ ഡെഞ്ചി പറയുകയാണ്, ഈ തവണ ഞാൻ നിന്നെ ഉറപ്പായിട്ടും തീർത്തിരിക്കുമെന്ന്. സമയത്ത് തന്നെ നമ്മുടെ ചെയിൻസോ മാൻ എറിസ് അടിച്ച് തറയിലിടുന്നുണ്ടെങ്കിലും ഷാർക്ക് ഡബിൾ വന്നിട്ട് നമ്മുടെ ചെയിൻസോ മാനെ രക്ഷപ്പെടുത്തുകയാണ്. ഡബിൾ സൂക്ഷിക്കണം, അവൾ വളരെയധികം ഭ്രാന്തിയാണ്. ഇത് തന്നെ നമ്മുടെ ഷാർക്ക് ഡബിളും അതുപോലെ ഡെഞ്ചി കൂടെ ചേർന്നിട്ട് ആ ടൈഫോൺ ഡബിളിനെ ഇല്ലാതാക്കാൻ വേണ്ടി ആ ടൈഫോൺ ഡബിളിന്റെ അടുത്തേക്ക് പോവുകയാണ്. നമ്മുടെ ഡെഞ്ചി ആണെങ്കിൽ വളരെയധികം വേഗത്തിൽ പോയിട്ട് ആ ടൈഫോൺ ഡബിളിനെ വെട്ടി ചിതറിച്ച് കളയുകയാണ്. ചിതറിച്ചെന്ന് പറഞ്ഞാൽ വളരെയധികം ബ്രൂട്ടൽ ആയിട്ടുള്ള സീനാണ്. എന്ന് വെച്ചാൽ ഒരു 16-48 പീസായിട്ട് മുറിക്കുകയാണ്. അതിൽ നിന്ന് വരുന്ന ചോരയാണെങ്കിൽ ആ സിറ്റിയിൽ മുഴുവനും ഒരു വെള്ളപ്പൊക്കം പോലെ വരികയാണ്. അവന്റെ മൂവി കണ്ട സമയത്തുള്ള ഒരു കിട്ടിലൻ സീനാണിത്. നമ്മുടെ ഡെഞ്ചിയും അതുപോലെ ഷാർക്ക് ഡബിളും കൂടെ ചേർന്നിട്ട് നമ്മുടെ ടൈഫോൺ ഡബിളിനെ അങ്ങ് ഇല്ലാതാക്കുകയാണ്. ഇങ്ങനെ വെള്ളത്തിൽ കൂടെ നീന്തുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, എന്നാൽ ചോരയിൽ കൂടെ നീന്തുന്ന ഷാർക്കിനെ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. ആ കാഴ്ച ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. തന്നെ നമ്മുടെ റിസ് ആണെങ്കിൽ നമ്മുടെ ചെയിൻസോ മാനെയും അതുപോലെ ഷാർക്ക് ഡബിളിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി അവിടെ നിന്ന് ചാടി വരികയാണ്. തന്നെ നമ്മുടെ ഡെഞ്ചിയും അതുപോലെ ഷാർക്ക് ഡബിളും അത് നോട്ടീസ് ചെയ്യുന്നുണ്ട്. കാണിക്കുന്നത് നമ്മുടെ ഡെഞ്ചിയും അതുപോലെ തന്നെ റിസ് തമ്മിലുള്ള ഒരു കിട്ടിലൻ ഫൈറ്റ് സീനാണ്. ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പുറകിൽ ഒരുപാടധികം ഫയർ വർക്ക്സ് നടക്കുന്നുണ്ട്. സോ ഇതും ഒരു കിട്ടിലൻ സീനായിരുന്നു. നമ്മുടെ റിസിന്റെയും അതുപോലെ ഡെഞ്ചിയുടെയും ഒരു വളരെയധികം വേഗത്തിലുള്ള കിട്ടിലൻ ഫൈറ്റ് ആണ് ഇവിടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ഡെഞ്ചിയുടെ ശ്രദ്ധയൊന്ന് ചെറുതായിട്ട് മാറുകയാണ്. സോ ആ സമയത്ത് തന്നെ നമ്മുടെ റിസ് ആണെങ്കിൽ ഡെഞ്ചിനെ അടിച്ച് തറയിലിടുന്നുണ്ടെങ്കിലും നമ്മുടെ ഡെഞ്ചിനെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തുകയാണ്. നമ്മുടെ ഷാർക്ക് ഡബിളിന്റെ ബോധം അവിടെ വെച്ച് നഷ്ടപ്പെടുകയാണ്. എന്നെ രക്ഷിച്ചതിന് നന്ദിയുണ്ട് എന്ന് നമ്മുടെ ഡെഞ്ചി ഷാർക്ക് ഡബിളിനോട് പറയുന്നു. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ റിസും അങ്ങോട്ട് വരികയാണ്. ജി, എന്റെ മുത്തേ, നീ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ കിടന്ന് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ ഫൈറ്റ് അവസാനിപ്പിച്ചാലോ, എനിക്ക് വളരെയധികം ടയർഡായിട്ടുണ്ട് എന്ന് നമ്മുടെ റിസ് പറയുന്നു. ഇതിനെ നമ്മുടെ ഡെഞ്ചി പറയുകയാണ്, ഇത് ഇതുവരെ കഴിഞ്ഞിട്ടില്ലെന്ന്. ഞാൻ ആട്ടെ എന്ന് നമ്മുടെ റിസ് പറയുകയാണ്. നിനക്ക് എന്നെ കൊല്ലാനാണെങ്കിൽ നിനക്ക് എന്നെ കണ്ട സമയത്ത് തന്നെ നിനക്ക് എന്നെ അങ്ങ് കൊന്നുകൂടായിരുന്നു. എനിക്ക് നിന്നെ കൊല്ലാൻ വേണ്ടി ഉള്ള ഒരു ഫീൽ ഇല്ലായിരുന്നു എന്ന് നമ്മുടെ റിസ് പറയുകയാണ്. റിസ്, പിന്നെ നീ എന്തിനു വേണ്ടിയാണ് എന്നെ നീന്താൻ പഠിപ്പിച്ചത്? അതാണോ നിന്റെ എസ്കേപ്പ് പ്ലാൻ എന്ന് നമ്മുടെ റിസ് പറയുകയാണ്. എന്തിനു വേണ്ടിയാണ് എന്നെ തൊട്ട് സംസാരിച്ചത്? എന്തൊക്കെയാണെങ്കിലും ഇത് അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള സമയമായി എന്നുമായിട്ട് നമ്മുടെ ഡെഞ്ചിയും അതുപോലെ റിസും ഒരുമിച്ച് അറ്റാക്ക് ചെയ്യുകയാണ്. രണ്ടുപേരുടെ അറ്റാക്ക് വളരെയധികം ഈക്വൽ ആയിട്ടാണ് നിൽക്കുന്നത്. എന്നാൽ നമ്മുടെ ഡെഞ്ചി അൺഎക്സ്പെക്റ്റഡ് ആയി ചെയ്തിട്ട് നമ്മുടെ റിസിനെ നമ്മുടെ ഡെഞ്ചിയുടെ ശരീരത്ത് തന്നെ കെട്ടിയിട്ടിട്ട് നമ്മുടെ ഡെഞ്ചി ആണെങ്കിൽ നമ്മുടെ റിസിനെ കൊണ്ട് വെള്ളത്തിലേക്ക് ചാടുകയാണ്. ഡെഞ്ചിയും അതുപോലെ തന്നെ നമ്മുടെ റിസും ഇപ്പം വെള്ളത്തിലേക്ക് വീഴുകയാണ്. അതുകൊണ്ട് വെള്ളത്തിലേക്ക് ചാടുന്ന സമയത്ത് തന്നെ നമ്മുടെ ഡെഞ്ചി ആണെങ്കിൽ അവള് സ്വിമ്മിങ് പഠിപ്പിച്ച് തന്ന കാര്യങ്ങളും അവളുടെ
ടൈം സ്പെൻഡ് ചെയ്ത കാര്യങ്ങളെല്ലാം നമ്മുടെ ഡെഞ്ചി ആലോചിക്കുകയാണ്. ഇവിടെ നമ്മുടെ ഡെഞ്ചി ഒരുപാടധികം സന്തോഷിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും വെള്ളത്തിലേക്ക് വീഴുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ റിസ് കണ്ണ് തുറക്കുന്നതാണ്. നോക്കുന്ന സമയത്ത് നമ്മുടെ ഡെഞ്ചിയും അതുപോലെ അവിടെ ഉണ്ട്. ഡെഞ്ചി, നീ എന്തിനു വേണ്ടിയാണ് എന്നെ രക്ഷപ്പെടുത്തിയത്? എനിക്കൊരു നല്ല ലൈഫ് കിട്ടിയിട്ടുണ്ട്, നല്ലപോലെ കുളിക്കാൻ പറ്റുന്നുണ്ട്, എനിക്ക് നല്ല ഫുഡ് കിട്ടുന്നുണ്ട്, ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. എനിക്ക് ഡബിൾ ഏജൻസിയിലേക്ക് കൈമാറാൻ വേണ്ടി സാധിക്കത്തില്ല. ചെയ്യുകയാണെങ്കിൽ എന്റെ തൊണ്ടയിൽ ഒരു മുള്ളു കുടുങ്ങിയതുപോലെ ലൈഫ് ഉണ്ടെങ്കിലും അതെനിക്ക് സന്തോഷിച്ച് ജീവിക്കാൻ വേണ്ടി സാധിക്കത്തില്ല. നമ്മുടെ റിസ് ചോദിക്കുകയാണ്, അഥവാ ഞാനിപ്പോ നിന്നെ ഇവിടെ വെച്ച് കൊന്നു കളഞ്ഞാലോ? നീ ഇപ്പൊ എന്നെ കൊല്ലാൻ വേണ്ടി പോകുകയാണെങ്കിൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൊമെന്റ് ആയത് മരിച്ചെന്ന് പറഞ്ഞ് ഞാൻ അങ്ങ് സന്തോഷിക്കും. ഇവിടെ ടൈം സ്പെൻഡ് ചെയ്തതൊക്കെ എനിക്ക് ഒരുപാടധികം ഇഷ്ടപ്പെട്ടു. എനിക്ക് നിന്റെ കൂടെ ഇരിക്കുന്നതാണ് ഒരുപാടധികം ഹാപ്പി ആയിട്ട് എനിക്ക് തോന്നുന്നത്. കേൾക്കുന്ന സമയത്ത് നമ്മുടെ റിസ് ആണെങ്കിൽ ഡെഞ്ചിയുടെ മുമ്പിൽ കിടന്ന് ചിരിക്കുകയാണ്. എന്നാലും ഇതിൽ തന്നെ കോമഡി ഒക്കെ പറയുന്നുണ്ട്. നീ ശരിക്കും വിശ്വസിക്കുന്നുണ്ടോ ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഞാൻ ഇത്ര നേരം നിന്നെ കൊല്ലാൻ വേണ്ടിയാണ് ശ്രമിച്ചത്. ഞാൻ നിന്റെ അടുത്ത് വന്ന സമയത്ത് നാണിച്ചിരുന്നതും പറഞ്ഞതും എല്ലാം ഞാൻ ചുമ്മാതാണ്. അത് നീ ഇപ്പോഴെങ്കിലും വിശ്വസിക്കണം. സ്വിമ്മിങ് പഠിപ്പിച്ചതും എല്ലാ കാര്യങ്ങളും ചുമ്മാതെ ചെയ്തതാണ്. ഞാൻ നിന്റെ അടുത്ത് നിന്നെ ഞാൻ പ്രേമിക്കുന്നത് പോലെ ഇരിക്കുന്നത് ഞാൻ ചുമ്മാ അഭിനയിച്ചാണെങ്കിലും ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ച മിഷനിൽ ഞാൻ ഫെയിൽ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ നിൽക്കുന്നില്ല. ഞാൻ ഇവിടെ നിന്ന് പോകാൻ വേണ്ടി പോവുകയാണ്. വളരെയധികം കാര്യങ്ങൾ ചെയ്യണമെന്ന് വിചാരിച്ചു, പക്ഷെ അതൊന്നും നടന്നില്ല. എന്തൊക്കെയാണെങ്കിലും ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ്. നമ്മുടെ ഡെഞ്ചി ഓടിപ്പോയിട്ട് നമ്മുടെ റിസിനെ തടയുകയാണ്. ഹേറിസ്, നിനക്ക് അഥവാ പോകണോ നിർബന്ധമാണെങ്കിൽ ഞാൻ നിന്റെ കൂടെ വരാം. അവർക്കൂടെ ചേർന്നിട്ട് നീ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഇവിടെ നിന്ന് ഓടിപ്പോകാം. നിന്നെ കൊണ്ട് എനിക്ക് ഇവിടെ നിന്ന് പോകാൻ വേണ്ടി സാധിച്ചില്ലെങ്കിൽ ഞാൻ അവരുടെ കൂടെ വേണമെങ്കിൽ ഫൈറ്റ് വരെ ചെയ്തോളാം. അല്ല ഡെഞ്ചി, ഞാൻ ഇപ്പം തന്നെ ഒരുപാടധികം ആൾക്കാരെ കൊന്നിട്ടുണ്ട്. എനിക്കതൊന്നും ഒരിക്കലും മറക്കാൻ വേണ്ടി സാധിക്കത്തില്ല. അല്ല, നമ്മൾ രണ്ടുപേരും വളരെയധികം ഡിഫറൻ്റ് ആണ്. ചെയ്തെന്ന് പറഞ്ഞാലും നീ എന്തൊക്കെ ചെയ്തിരുന്നു എന്ന് പറഞ്ഞാലും എനിക്ക് എന്തൊക്കെയാണെങ്കിലും എനിക്ക് നിന്നെ ഒരുപാടധികം ഇഷ്ടമാണ്. അതൊരു കള്ളമാണ്. നിനക്ക് എന്നെ ഇഷ്ടമല്ലെന്ന് നീ പിന്നെ എന്നെ എന്തിനാ സ്വിമ്മിങ് പഠിപ്പിച്ചത്? എനിക്ക് ഉറപ്പാണ് നിനക്ക് എന്നെ ഉറപ്പായിട്ടും ഇഷ്ടമാണെന്ന്. നിന്നെ ഒരുപാടധികം ഇഷ്ടമാണ് കേട്ടാ. നമ്മുടെ റിസാണെങ്കിൽ ഓടി വന്നിട്ട് നമ്മുടെ ഡെഞ്ചിനെ അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ റിസാണെങ്കിൽ ഡെഞ്ചിനെ ഉമ്മ വെക്കാൻ പോകുന്നത് പോലെ കാണിച്ചിട്ട് നമ്മുടെ ഡെഞ്ചിനെ അവിടെ അടിച്ച് തറയിലിടുകയാണ്. നീ കുറച്ചും കൂടെ സ്മാർട്ട് ആവാൻ വേണ്ടി ശ്രമിക്കണം എന്നുമായിട്ട് നമ്മുടെ റിസ് അവിടെ നിന്ന് വിഷമിച്ച് നടന്നു പോവുകയാണ്. അവിടെ നിന്ന് എഴുന്നേക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. ഹേ റിസ്, ഞാൻ നേരത്തെ ഇരുന്നത് പോലെ തന്നെ ആ കഫേയിൽ വന്ന് ഞാൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും. എന്നെ ഇവിടെ വിട്ടിട്ട് പോകരുത് ഹേ റിസ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഡെഞ്ചി ആണെങ്കിൽ വീട്ടിൽ നിന്ന് ഒരുപാടധികം കാശൊക്കെ എടുത്ത് ബാഗിൽ പാക്ക് ചെയ്തിട്ട് അവന്റെ ഡ്രസ്സെല്ലാം പാക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ്. റിസ് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ റിസിന്റെ കൂടെ പോകാൻ വേണ്ടി ഡെഞ്ചി റെഡി ആകുന്നതായിരിക്കാം. കാണിക്കുന്നത് ഫൈറ്റ് എല്ലാം നടന്ന സ്ഥലത്തിലേക്ക് ക്യാപ്റ്റൻ വന്നിട്ട് അവിടെ നിന്ന് റിപ്പോർട്ട്സ് ഒക്കെ എടുക്കുന്നതാണ്. ഇവര് തമ്മിലുള്ള ഫൈറ്റിലാണോ ഇത്രയധികം ബുദ്ധിമുട്ട് ഇവിടെ ഉണ്ടായത് എന്ന് നമ്മുടെ ക്യാപ്റ്റൻ ആശ്ചര്യപ്പെട്ടു. തന്നെ ഒരുപാടധികം ആളുകൾ ഇവിടെ മരിച്ചിട്ടുണ്ട്. എനിക്ക് ഉറപ്പാണ് ഇനിയും ആ ബോംബ് ഡബിൾ ചെയിൻസമാനെ തപ്പി വരുന്നു. അവൻ ഇനി എവിടെയെങ്കിലും ജീവനോട് ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. പറഞ്ഞു കൊടുക്കുക എല്ലാ പെണ്ണുങ്ങളെയും അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കല്ലെന്ന് എന്ന് ക്യാപ്റ്റൻ നമ്മുടെ ആക്കിയോനോട് പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ റിസിനെയാണ്. നമ്മുടെ റിസാണെങ്കിൽ ഒരു ചാറ്റിൽ നിന്ന് പൂ എടുത്തോണ്ട് വരത്തില്ല. അവിടെ നിന്ന് പൂ എടുത്തോണ്ട് വരികയാണ്. റിസ് ശരിക്കും വേറെ ഏതോ ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി ഒരു ട്രെയിൻ കയറാൻ വേണ്ടി നിൽക്കുകയാണ്. എന്നാൽ ആ പൂ കണ്ട സമയത്ത് തന്നെ നമ്മുടെ റിസിന് പോകാൻ വേണ്ടി സാധിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ റിസാണെങ്കിൽ ഓടി ആ കഫേയുള്ള സ്ഥലത്തിലേക്ക് പോകാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ റിസിന് മനസ്സിലായിട്ടുണ്ട് നമ്മുടെ ഡെഞ്ചി എന്തുവാണെങ്കിലും ഉറപ്പായിട്ടും അവൾക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വളരെയധികം വേഗത്തിലേക്ക് അങ്ങോട്ട് പോവുകയാണ്. സമയത്ത് തന്നെ റിസ് ഓടുന്ന വഴിയിലേക്ക് ഒരുപാടധികം എലികൾ വരികയാണ്. എന്നാണ് ഈ എലികളൊക്കെ വരുന്നതെന്ന് പറഞ്ഞ് നമ്മൾ നോക്കിയിരിക്കുന്ന സമയത്തായിരുന്നു അങ്ങോട്ട് നമ്മുടെ മാക്കിമ വരുന്നത്. നീ ആരെ തേടിയാണ് വന്നത്? അവന് വേണ്ടി തന്നെയാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. എനിക്ക് കൺട്രി മൗസിനെ ഇഷ്ടമുള്ളതുപോലെ തന്നെ എനിക്ക് കൺട്രി മൗസിനെ നല്ല രീതിയിൽ തന്നെ ഇഷ്ടമാണ്. കൺട്രി മൗസ് ആയിട്ടുള്ള എൻ്റെ ഒരു ഫ്രണ്ടിനെ ഞാൻ സിറ്റി മൗസ് ആക്കി മാറ്റി. സിറ്റി മൗസിനെ എനിക്ക് ഒരുപാടധികം ഇഷ്ടമാണ്. ആ സിറ്റി മൗസിനെ കൺട്രി മൗസ് ആക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ എൻ്റെ ഫ്രണ്ടിനെ ഞാൻ വേണ്ടായോ രക്ഷപ്പെടുത്താൻ. എനിക്ക് വേണ്ടിയാണ് ജോലി ചെയ്യുന്നത്. നീ ആർക്ക് വേണ്ടിയാണ് ഇവിടെ വന്നത്? ഇതിനെക്കുറിച്ചെല്ലാം എനിക്കറിയാം. അധികം കാര്യങ്ങൾ ചെയ്തു, അതെല്ലാം ഞാൻ ക്ഷമിച്ചു. പക്ഷേ എനിക്ക് ഇത് മാത്രം ക്ഷമിക്കാൻ വേണ്ടി സാധിക്കത്തില്ല. അതുമായിട്ട് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ റിസിന്റെ കൈ മുറിക്കുകയാണ്. ആരാണ് മുറിച്ചതെന്ന് പറഞ്ഞ് നമ്മൾ നോക്കുന്ന സമയത്ത് അത് ഏഞ്ചൽ ഡബിൾ ആയിരുന്നു. നമ്മളെല്ലാവരും വിചാരിച്ചു നമ്മുടെ ബോംബ് ഡബിളിന്റെ ലെങ്സ് എടുക്കുകയായിരിക്കും, പവർ യൂസ് ചെയ്യാൻ സാധിക്കുമല്ലോ. എന്നാൽ നമ്മുടെ മാക്കിമാണെങ്കിൽ റിസിനെ വളരെയധികം ബ്രൂട്ടലായിട്ട് തന്നെ അവിടെ കൊന്നിടുകയാണ്. റിസ് ഒരു കാര്യവും ചെയ്യാൻ സാധിക്കാതെ മരണത്തിലേക്ക് ചോര ഒളിച്ചു കിടക്കുകയാണ്. എനിക്ക് നിന്നെ കണ്ട സമയത്ത് തന്നെ എനിക്ക് നിന്നെ കൊല്ലണമെന്ന് ഒരു ചിന്തയുമില്ലായിരുന്നു. രഞ്ജി, എനിക്ക് നിന്നെ ഒരുപാടധികം ഇഷ്ടമാണ്. എനിക്കിനി നിന്നെ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുന്നില്ല. ഈ സീൻ കണ്ട സമയത്ത് ഞാൻ സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കരഞ്ഞു. കാരണം ഒരു സിനിമ കണ്ടിട്ട് കരയുന്നെന്ന് പറഞ്ഞാൽ കുറെ നാളുടെ ശേഷമാണ്. നീ ഒരുപാടധികം നല്ലവളാണ്. ഈ മിഷന് വരാൻ വേണ്ടി പറഞ്ഞത് ആക്കിയോളാണ്. നീ ആക്കിയോനെ വിടാതെ നീ ഇവിടെ വന്നതിന്റെ കാരണമൊക്കെ എനിക്ക് മനസ്സിലായി. ആക്കിയോയം കൊണ്ട് ഒരു പെണ്ണിനെ കൊല്ലാതിരിക്കാൻ വേണ്ടിയല്ലേ? മാക്കിമ, നീ പറഞ്ഞത് ശരിയാണ്. അതുകൊണ്ടാണ് ഞാനൊരു ഏഞ്ചൽ ഡബിൾ ആയിരിക്കുന്നത്. അതുമായിട്ട് നമ്മുടെ ഏഞ്ചൽ ഡബിൾ മാക്കിമയുടെ അടുത്ത് നിന്ന് നടന്ന് മാറി പോവുകയാണ്. നമ്മുടെ ഏഞ്ചൽ ഡബിൾ അവിടെ നിന്ന് മാറിപ്പോവുകയാണ്. മാറിപ്പോകുന്ന സമയത്ത് അവിടെ ഒരു എലിയെ കാണുന്നു. എലിനോട് ചോദിക്കുകയാണ്, നിനക്ക് തോന്നുന്നുണ്ട് ഇതൊരു നല്ല സ്ഥലമാണ്? കാണിക്കുന്നത് നമ്മുടെ ഡെഞ്ചിയാണ്. നമ്മുടെ ഡെഞ്ചി ആണെങ്കിൽ റിസിന് വേണ്ടി കാത്തിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ കടയുടെ ഓർഡർ കട അടയ്ക്കാൻ വേണ്ടിയുള്ള സമയമായിരുന്നു നമ്മുടെ ഡെഞ്ചിനോട് പറയുന്നത്. നമ്മുടെ ഡെഞ്ചിനോട് കടക്കാരൻ അവിടെ നിന്ന് ഇറങ്ങി പോകാൻ വേണ്ടി പറയുകയാണ്. ഇനിയൊന്നും അവൾ
വരാൻ വേണ്ടി പോകുന്നൊന്നുമില്ലെന്ന്. അങ്ങനെ നമ്മുടെ ഡെഞ്ചി ആണെങ്കിൽ ഒരുപാട് നേരെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സോ അന്നേരം തന്നെ പെട്ടെന്ന് ഒരാൾ കഥ തുറന്നു വരുന്നതാണെന്ന് പറഞ്ഞ് നമ്മുടെ ഡെഞ്ചി വളരെയധികം സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് നോക്കുന്ന സമയത്ത് അത് നമ്മുടെ പവർ ആയിരുന്നു. നീ ഈ ഫ്ലവറൊക്കെ വെച്ച് നീ എന്താണ് ചെയ്യുന്നത്? ഇതൊന്നും നിനക്ക് ചേരുന്നില്ല ഒട്ടും. ഡെഞ്ചി, നീ ഇത് എനിക്ക് വേണ്ടിയാണ് ഇവിടെ കൊണ്ടുവന്നത്. തന്നെ നമ്മുടെ ഡെഞ്ചി പറയുന്നു, ഇത് നിനക്ക് കഴിക്കാൻ വേണ്ടിയുള്ളതല്ല, അതെനിക്ക് താ എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും അവിടെ കിടന്ന് അടി ഉണ്ടാക്കുകയാണ്. അവർ രണ്ടുപേരും ആ പൂവിന് വേണ്ടി അടി ഉണ്ടാക്കുന്ന സീൻ കാണിച്ചിട്ടാണ് ഈ മൂവി അവസാനിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ ഈ മൂവി മുഴുവനും കണ്ടിട്ടുണ്ട്. സോ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് നല്ല രീതിയിൽ തന്നെ കമന്റ് ചെയ്ത് പറയുക. ഒരു കാര്യം പറയുകയാണ്, ഒരുപാട് നാടുകൾക്ക് ശേഷം ഞാൻ വൺ പീസിന്റെ കൂമയുടെ ബാക്ക് സ്റ്റോറി കണ്ടപ്പം ഞാൻ ഒന്ന് കരഞ്ഞ. ഈ ഒരു ആനിമി അല്ലെങ്കിൽ ഒരു മൂവി കണ്ട് കരഞ്ഞിട്ട് ഒരുപാടധികം നാളെ. ഈ മൂവി നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടു. ആക്ഷൻ, കോമഡിക്ക് കോമഡി, റൊമാൻസ്, ഇമോഷൻ, അങ്ങനെ എല്ലാ സാധനവും ഈ മൂവിക്ക് അതിലുണ്ട്. എനിക്കിത് നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടു. റിസ് എന്ന് പറഞ്ഞ ക്യാരക്ടറിനെയും എനിക്ക് നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞാൽ നമ്മുടെ റിസിന് ശരിക്കും നമ്മുടെ ഡെഞ്ചിനെ വളരെയധികം നല്ല രീതിയിൽ തന്നെ ഇഷ്ടമുണ്ടായിരുന്നു. നമ്മുടെ റിസിന് ഒരു ഡ്യൂട്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു ഡെഞ്ചിനെ കൊല്ലണമെന്നുള്ളത്. പക്ഷെ എന്നിട്ടും നമ്മുടെ റിസ് ആണെങ്കിൽ ഡെഞ്ചിനെ കൊല്ലുന്നില്ലായിരുന്നു. ശ്രമിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും നമ്മുടെ ഡെഞ്ചിനെ ഉറപ്പായിട്ടും റിസ് കൊല്ലത്തില്ലായിരുന്നു. നമ്മുടെ ഡെഞ്ചിനോട് റിസ് ചോദിക്കുന്നുണ്ട്, നമുക്ക് ഇവിടെ നിന്ന് പോയാലോ എന്ന്. സോ അന്നേരം നമ്മുടെ ഡെഞ്ചി സമ്മതിച്ചായിരുന്നെങ്കിൽ ഇപ്പം നമ്മുടെ ഡെഞ്ചി ഹെവനി ജീവിച്ചേനൊക്കെയാണെങ്കിലും ഒരു നല്ല ഒരു പ്രണയ കഥയായിരുന്നത്. മാക്കിമ എന്തിനു വേണ്ടിയാണ് റിസിനെ കൊന്നതെന്ന് നമുക്ക് ഇതുവരെ കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല. ചിലപ്പം നമ്മുടെ മാക്കിമയ്ക്കും ഡെഞ്ചിനെ ഇഷ്ടമായിരിക്കാം. സോ അതുകൊണ്ടായിരിക്കും റിസിനെ കൊന്നു കളഞ്ഞത്. സോ എന്താണ് നമുക്ക് ഇതുവരെ കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല. സോ ഇനി സീസൺ 2 ചെയിൻസോ മാൻ വരുന്നുണ്ട്. സോ അത് വരുന്ന സമയത്ത് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറ. സോ അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റ ബൈ. ഉറപ്പായിട്ട് ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാം ചെയ്തേക്കാം. ബൈ.